പരിപാവനമായ ദുൽഖഅദ മാസം, അൽഹംദുലില്ലാ, ആ ദുൽഖഅദ മാസത്തിൽ ഈ ഒരു മാസം മുതൽ, ഇന്നത്തെ ദിവസം മുതൽ നമ്മൾ ഒരു സൂറത്തും ഒരു ദുആയും നിത്യമാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഈ സമയം നമ്മൾ മക്കയിലുണ്ടാകും. അടുത്ത വർഷം നമുക്ക് ഹജ്ജ് ചെയ്യാനുള്ള അവസരം കിട്ടണോ, ഒരു ദുആ പറഞ്ഞു തരാം, അതോടൊപ്പം തന്നെ ഒരു സൂറത്തും പറഞ്ഞു തരാം. ഏതാണ് ആ ദുആ? ആ ദുആ എപ്പോഴാണ് പറയേണ്ടത്, അതിൻ്റെ അർത്ഥം എന്താണ്, വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കുന്നതോടൊപ്പം തന്നെ ഒരു സൂറത്ത്, ആ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന നിരവധി പ്രതിഫലങ്ങളുണ്ട്. അതിൽ വലിയ ഒരു പ്രതിഫലമാണ് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തരുമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏതാണ് ആ സൂറത്ത്, ആ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന മറ്റ് നേട്ടങ്ങൾ എന്തൊക്കെയാണ്, വിശദമായി നമുക്ക് കേൾക്കുന്നതോടൊപ്പം തന്നെ എപ്പോഴാണ് ആ സൂറത്ത് ഓതേണ്ടത്, ആ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതും കൂടി വിശദമായി നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുക, ഇത് നിങ്ങൾ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക. അടുത്ത വർഷം ഹജ്ജ് ചെയ്യാൻ, അതുപോലെ ഉംറ ചെയ്യാൻ, അതുപോലെ തന്നെ നമുക്ക് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ചാരച്ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നിങ്ങനെ കൈ ഉയർത്തി നെഞ്ചു പൊട്ടിപ്പറയാൻ, സലാം പറയാനുള്ള അവസരം വേണമെങ്കിൽ ഇന്നു മുതൽ ഈ സൂറത്തും ദുആയും പതിവാക്കൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണണേ, മറ്റുള്ളവർ കൂടി ഇത് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നമ്മുടെയൊക്കെ ബന്ധുമിത്രാദികൾ, നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ, അല്ലേ, നിരവധി പേര് ഹജ്ജിനായി പുറപ്പെട്ടു കഴിഞ്ഞു. നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കുടുംബക്കാരിൽ പല ആളുകളും പുറപ്പെട്ടു കഴിഞ്ഞു. അൽഹംദുലില്ലാ, അല്ലാഹു തആല മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജും ഉംറയും സിയാറത്തും മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവർക്കും അല്ലാഹു ഖൈറും സലാമത്തും കൊടുക്കട്ടെ. മനസ്സിന് റാഹത്താകുന്ന നിലയിൽ അവിടെ പോയി എല്ലാ ഹജ്ജിൻ്റെ കർമ്മങ്ങളും ചെയ്യാൻ അല്ലാഹു തആല വലിയ സഹായം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നമുക്കുമൊക്കെ അല്ലാഹു തആല ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം പറയുന്നത് ഹജ്ജിൻ്റെ പ്രവൃത്തിയാണ്. നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ആയുസ്സിൽ ഒരിക്കൽ മാത്രം നിർബന്ധമാകുന്ന കാര്യമാണ് ഹജ്ജ്, അല്ലേ? ഒന്ന് ചിന്തിച്ചേ. നമ്മൾ ഇന്ന് സുബഹി നിസ്കരിച്ചവരാണ്, ളുഹർ നിസ്കരിക്കുന്നു, അസർ നിസ്കരിക്കുന്നു, മഗ്രിബ്, ഇശ, ഇന്നത്തെ ദിവസം ഈ 5 വഖത്ത് ഇത് തന്നെ. നാളെയും നാളത്തെ സുബഹി, ളുഹർ, അസർ, മഗ്രിബ്, ഇശ, മറ്റന്നാളും ഇത് തന്നെ, അതിൻ്റെ പിറ്റേന്നും ഇത് തന്നെ. ഇന്നലെയും നമ്മൾ നിസ്കരിച്ചു, മിനിഞ്ഞാന്ന് നിസ്കരിച്ചു. അപ്പം നിസ്കാരം എല്ലാ ദിവസവും നിർബന്ധമാണ്. റമളാൻ മാസത്തിലെ നോമ്പ്, കഴിഞ്ഞ റമളാനിൽ ഞാൻ നോമ്പ് പിടിച്ചു 30, ഇനി ഈ റമളാനിൽ പിടിക്കുന്നില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ആരോഗ്യമുണ്ടോ അവൻ നോമ്പ് പിടിക്കണം, അതിൻ്റെ അടുത്ത വർഷവും നോമ്പ് പിടിക്കണം. സക്കാത്തും എങ്ങനെ തന്നെയാ, കഴിഞ്ഞ വർഷം ഞാൻ സക്കാത്ത് കൊടുത്തു, അതുകൊണ്ട് ഈ വർഷം കൊടുക്കണ്ടല്ലോ, കൊടുക്കണം. ഈ വർഷം സക്കാത്തിൻ്റെ ആ കണക്കെത്തിയാൽ അവൻ സക്കാത്ത് കൊടുക്കണം. എന്നാൽ ആയുസ്സിൽ ഒരിക്കൽ മാത്രം നമുക്ക് നമ്മുടെ പൈസയുമായി, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യപരമായി, നമ്മുടെ വഴിപരമായി എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങി വന്നാൽ ആയുസ്സിൽ ഒരിക്കൽ മാത്രം നിർബന്ധമാകുന്ന കാര്യമാണ് പരിശുദ്ധമായ ഹജ്ജ്. ഈ ഹജ്ജിനെ പറ്റി അല്ലാഹ് പറഞ്ഞപ്പോൾ അതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ് എന്നാണ്. നിങ്ങൾ ഹജ്ജും ഉംറയും പൂർത്തിയായി ചെയ്യണമെന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. വേറെ ഒരു അമലിനെ പറ്റിയും അല്ലാഹു പറഞ്ഞിട്ടില്ല. അപ്പോൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനായിട്ട് നിരവധി ആളുകൾ പോയി കഴിഞ്ഞു, ഇനിയും ആളുകൾ പോവാനുണ്ട്. പല ആളുകളും വിഷമത്തിലാണ്. ഉസ്താദ്, ഈ പ്രാവശ്യം ഞങ്ങൾ ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചു, പക്ഷേ അതൊന്നും റെഡിയായില്ല, പേപ്പർ വർക്ക് റെഡിയായില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നറുക്ക് വീണില്ല. ഹജ്ജ് കമ്മിറ്റി വഴി പോകാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ നറുക്ക് വീണില്ല. അങ്ങനെ വിഷമങ്ങൾ പറഞ്ഞ ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. നിരവധി ആളുകൾ പൈസ റെഡിയാണ്, പക്ഷേ എന്തോ ഒരു തൗഫീക്ക് കുറവ്, അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. ചില ആളുകൾക്ക് എല്ലാ ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ പൈസയില്ല. അങ്ങനെ പല പല പ്രശ്നങ്ങളാണ്, പല തടസ്സങ്ങളാണ് അതൊന്ന് ഹജ്ജിന് ചെല്ലാൻ, ഉംറക്ക് ചെല്ലാൻ. ഞാൻ ഒരു 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ചാനലിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം, അത് നടന്നു കിട്ടാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം ഏതാണെന്ന് കമൻ്റായി എഴുതാമോ എന്ന് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു. യാ അല്ലാഹ്, അത് വായിച്ചു നോക്കിയപ്പോൾ കണ്ണ് നിറഞ്ഞു. അതിൽ എഴുതിയിട്ടുള്ള 99%, 50 അല്ല 60 അല്ല 99% ആളുകളും
ഏകദേശം 1000-ലധികം ആളുകൾ അതിന് കമന്റ് എഴുതിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ആ 99% ആളുകളും എഴുതി, ഉസ്താദേ ഞങ്ങൾക്ക് ഹജ്ജിന് പോകണം, ഞങ്ങൾക്ക് ഉംറക്ക് പോകണം, മുത്തായ റസൂലിന്റെ റൗള ഷരീഫ് ഒന്ന് കാണണം, അവിടെ ചെന്ന് സലാം പറയണം, അല്ലെ, മുത്ത് നബിയുടെ ചാര കിടന്നുറങ്ങണം, ആ മദീനയിൽ മരിക്കണം. ഇങ്ങനെ ആഗ്രഹമുള്ള എത്രയോ ഉമ്മമാരുണ്ട്, എത്രയോ ഉപ്പമാരുണ്ട്. അതിങ്ങനെ ഹജ്ജിന് പോകുന്നത് സ്വപ്നം കണ്ട എത്രയോ ആളുകൾ, അല്ലെ, ഉംറക്ക് പോകുന്നത് സ്വപ്നം കണ്ട ആളുകൾ, മുത്തായ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ട ആളുകൾ, ആ മദീന സ്വപ്നം കണ്ടു കിടക്കുന്ന ആളുകൾ, എത്രയോ ആളുകളുണ്ട്. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഇനി നീട്ടി പറയുന്നില്ല, പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് അല്ലെങ്കിൽ ഉംറ കർമ്മത്തിന് ഈ വർഷം നമുക്ക് ഭാഗ്യം കിട്ടിയില്ല. ഇനി വരുന്ന വർഷം നമുക്ക് ഹജ്ജിന് പോകണം, ഉംറക്ക് പോകണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതിന് ഇന്നു മുതൽ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം, ഒരു ദുആയും പറഞ്ഞു തരാം. ഈ ദുആയും ഈ സൂറത്തും ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നിങ്ങൾ പതിവാക്കിക്കൊള്ളൂ. എന്ത് കിട്ടും? അടുത്ത വർഷം ഹജ്ജിന് പോവാൻ, ഹജ്ജിനായിട്ട് നമ്മൾ മക്കത്തെത്തും, ഉംറക്കായി നമ്മൾ മക്കത്തെത്തും. അള്ളാഹിന്റെ ഹബീബിന്റെ ചാര ചെന്ന് സലാം പറയാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് തരും. ഒരു സൂറത്തും ഒരു ദുആയും ഞാൻ പറഞ്ഞു തരാം. ആദ്യം ദുആ പറയട്ടെ. നിങ്ങൾ അറബിയിലോ അല്ലെങ്കിൽ മലയാളത്തിലോ നിങ്ങൾ എഴുതിയെടുക്കുക. നിങ്ങളുടെ ആ ബുക്ക് ഉണ്ടല്ലോ, നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ ദിക്റും സ്വലാത്തൊക്കെ പറയുമ്പോൾ എഴുതി വെക്കുന്ന ഒരു ബുക്ക് ഉണ്ടല്ലോ, ആ ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കുക ഈ ദുആ. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ർസുഖ്നാ ഹജ്ജ ബൈതികൽ ഹറം വസിയാറത റൗളതി നബിയിക മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ ഇർസുഖ്നാ, ഞങ്ങൾക്ക് നീ വിധിയേകണേ അല്ലാ, തൗഫീക്ക് തരണേ അല്ലാ. ഹജ്ജ ബൈതികൽ ഹറം, ഞങ്ങൾക്ക് പരിശുദ്ധമായ ഹജ്ജ് ചെയ്യാൻ, കഅബ കാണാൻ, തവാഫ് ചെയ്യാൻ, അതുപോലെ ജംറകളിൽ കല്ലെറിയാൻ, അറഫയിൽ നിൽക്കാൻ, മിനായിൽ തമ്പിൽ പാർക്കാൻ, അല്ലാഹുവേ സംസം വെള്ളം കുടിക്കാൻ, സഫാ മർവക്കിടയിൽ ഞങ്ങൾക്ക് സഅയ് ചെയ്യാൻ, ഹജറുൽ അസ്വദ് മുത്താൻ, ആ കഅബ കില്ല പിടിച്ചിട്ട് ദുആരക്കാൻ, ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ തൗഫീക്ക് തരണേ അല്ലാ. അതുമാത്രം പോരാ, വസിയാറത റൗളതി നബിയിക മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് മുതൽ ഞങ്ങൾ കേൾക്കുകയാണ്. ഞങ്ങളുടെ മുത്തായ റസൂലിന്റെ ആ വാക്ക് ഞങ്ങൾ കേൾക്കുന്നു, പേര് ഞങ്ങൾ കേൾക്കുന്നു, മദീനയെ പറ്റി ഞങ്ങൾ കേൾക്കുന്നു. ആ മദീന കാണാൻ, മുത്തായ ഹബീബിന്റെ ചാര ചെന്ന് സലാം പറയാൻ, ആ നബി തങ്ങളുടെ റൗള സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണേ അല്ലാ എന്നാണ് ഈ ദുആഇന്റെ അർത്ഥം. ഇന്നു മുതൽ എല്ലാ നിസ്കാരത്തിന് ശേഷവും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും ഈ ദുആ പതിവാക്കി നോക്ക്. അടുത്ത വർഷം ഇൻഷാ അല്ലാ നിങ്ങൾ മക്കത്തുണ്ടാകും, നിങ്ങൾ ഉംറ ചെയ്യാനുണ്ടാകും, നിങ്ങൾ മദീനത്തുണ്ടാകും. കാരണം ഈ പറയുന്നത് വലിയ ശ്രേഷ്ഠതയുള്ളൊരു ദുആയാണ്. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ ർസുഖ്നാ ഹജ്ജ ബൈതികൽ ഹറം വസിയാറത റൗളതി നബിയിക മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ദുആ കഴിഞ്ഞു. ഇനി ഒരു സൂറത്ത് പറഞ്ഞു തരാം. ഇന്നു മുതൽ ഒന്നുകിൽ മഗ്രിബിന് ശേഷമോ അല്ലെങ്കിൽ ഇശാഇന് ശേഷമോ അല്ലെങ്കിൽ സുബഹിക്ക് ശേഷമോ അല്ലെങ്കിൽ പറ്റുന്നത് പോലെ അസറിന് ശേഷമോ ളുഹറിന് ശേഷമോ എപ്പോൾ വേണമെങ്കിലും ഓതാം. ഒരു ദിവസം ഒരു പ്രാവശ്യം ഓതിയാൽ മതി. ഏതാണ് ആ സൂറത്ത്? പരിശുദ്ധമായ ഖുർആനിലെ 59-ാമത്തെ സൂറത്താണ്. 24 ആയത്തുള്ള സൂറത്താണ്. മദീനയിൽ വെച്ച് നബി തങ്ങൾക്ക് ഇറങ്ങിയ സൂറത്താണ്. ഈ സൂറത്തിന്റെ പേര് സൂറത്തുൽ ഹശ്ർ. സൂറത്തുൽ ഹശ്ർ. നമ്മുടെ ഈ ലൗ അൻസൽനാ ഹാദൽ ഖുർആന എന്ന ആയത്തില്ലേ, ആ ആയത്തുള്ള സൂറത്താണ് സൂറത്തുൽ ഹശ്ർ. ഈ സൂറത്തുൽ ഹശ്ർ ഇൻഷാ അല്ലാഹ് എനിക്ക് അടുത്ത വർഷം ഹജ്ജിന് പോവാനുള്ള തൗഫീഖ് എനിക്ക് റബ്ബേ എനിക്ക് തരണേ അല്ലാ. എനിക്ക് ഉംറക്ക് പോവാൻ ആഗ്രഹമുണ്ട് റബ്ബേ, എനിക്ക് നീ തൗഫീഖ് തരണേ അല്ലാ. അതുപോലെ മുത്തായ ഹബീബിന്റെ റൗളയിൽ ചെന്ന് സലാം പറയാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് റബ്ബേ, എനിക്ക് നീ തൗഫീഖ് തരണേ അല്ലാ. ആ നിയ്യത്ത് മനസ്സിൽ വെച്ചിട്ട് ഈ സൂറത്ത് ഓതിക്കോ. ഇന്നു മുതൽ ഓതിക്കോ. അടുത്ത വർഷം നിങ്ങൾ ഹജ്ജ് ചെയ്യാൻ മക്കത്തുണ്ടാകും. അതിനു മുമ്പ് ഇൻഷാ അല്ലാഹ് ഉംറ ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാകും. കാരണം ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം കേട്ടോ. ഒന്ന്, മഹത്തുക്കളായ മുഫസ്സിരീങ്ങൾ അല്ലെ തഫ്സീറിന്റെ ഉലമാക്കൾ പറയുന്നു, ഈ സൂറത്തുൽ ഹശ്ർ ഒരു മനുഷ്യൻ ഓതുകയാണെങ്കിൽ തഖ്ലീലഹു കുല്ല ഹാജ, അവന്റെ ആവശ്യങ്ങൾ മുഴുവനും അല്ലാഹു നിറവേറ്റി തരുന്നതാണ്. ഈ സൂറത്ത് ഓതുമ്പോൾ റബ്ബേ, ഓരോ ദിവസവും ഓതുമ്പോൾ അല്ലാഹ് അടുത്ത വർഷം എനിക്ക് ഹജ്ജ്
ചെയ്യണം, റബ്ബേ എനിക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് തരണം, പൈസ എൻ്റെ കയ്യിലില്ല, ആഗ്രഹമുണ്ട്, അള്ളാഹുവെ പൈസ തരുന്ന നീയാണ്, എനിക്ക് ആരോഗ്യമുണ്ട്, അള്ളാഹുവെ എനിക്ക് ഹജ്ജ് ചെയ്യണം, എനിക്ക് ഉംറ ചെയ്യണം, മുത്തായ ഹബീബിൻ്റെ റൗദ ഷരീഫ് സിയാറത്ത് ചെയ്യണം, അതിന് നീ തൗഫീക്ക് തരണം. ആ ഒരു നിയ്യത്തിൽ ഈ സൂറത്ത് ഓതുക. തഖ്ദീലഹു കുല്ല ഹാജ, എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നിറവേറ്റിത്തരും. മക്കത്ത് പോവാനുള്ള ആവശ്യമുണ്ടല്ലോ, മദീനത്ത് ചെല്ലാനുള്ള ആഗ്രഹമുണ്ടല്ലോ, അത് അള്ളാഹു സഫലീകരിച്ചു തരും. പിന്നെയോ വതസ്ഹീലുൽ ഉമൂരിൽ അളീമാ, നമ്മൾ ഒരിക്കലും നടക്കൂല, അതൊക്കെ ഭയങ്കര പ്രയാസമാണ്, അതൊന്നും എനിക്ക് പറ്റൂല എന്ന് കരുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു വളരെ എളുപ്പത്തിലാക്കി തരും. വലിയ കാര്യങ്ങൾ അത് വളരെ ലഘുവാക്കി അള്ളാഹു നമുക്ക് തരും. പിന്നെയോ ലി മുദ്ദത്തിൻ 40 യൗമാ, ഇതെങ്ങനെ ഓതണം? 40 ദിവസം തുടർച്ചയായിട്ടെങ്കിലും ഓതണമെന്നാണ് ചുരുങ്ങിയത്. 40 ദിവസം തുടർച്ചയായി ഓതണം. എന്തെങ്കിലും രോഗം വന്ന് കിടപ്പിലായി പോയി ഓതാൻ പറ്റൂല, അതല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഉമ്മമാർക്ക് 25 ദിവസം ഓതി 26ാമത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് നിസ്കാരമില്ലാത്തൊരവസ്ഥ ഉണ്ടാകും. ഒരു 7 ദിവസം 6 ദിവസം മതി, കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങൾക്ക് ഓതാം. മനഃപൂർവ്വം നമ്മൾ ഇത് ഉപേക്ഷിക്കാൻ പാടില്ല. ചിലപ്പോൾ ഒരു കല്യാണം വന്നു, നാളെ ഓതാം, പോരാ. അല്ല, തുടർച്ചയായി 40 ദിവസം ഈ സൂറത്തോതനെ കുല്ലയൗമിൻ മർറത്തം വാഹിദ, 40 ദിവസം തുടർച്ചയായി എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഈ സൂറത്ത് ഓതണം. വബിഹാ തഖ്ലീ ഹാജത്തൽ മുഹ്താജ്, നമ്മുടെ മനസ്സിൽ എന്താണോ ആഗ്രഹമുള്ളത് ആ ആഗ്രഹം പടച്ച തമ്പുരാൻ നിറവേറ്റി തരുന്നതാണ്. ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്നവരെ, ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്ന ഉമ്മ, ഇന്ന് മുതൽ മനസ്സിൽ ആ ആഗ്രഹം വെച്ചിട്ട് ഈ സൂറത്ത് നീ ഓതാൻ തുടങ്ങണേ. ഉമ്മമാർ ഓതാൻ തുടങ്ങണേ, വാപ്പമാർ ഓതാൻ തുടങ്ങണേ. പിന്നെയോ വയതയസ്സറ അമലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ എല്ലാ കാര്യങ്ങളിലും എളുപ്പം നൽകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എക്സാം എഴുതാൻ പോകുന്ന മക്കൾ, അല്ലെ, പരീക്ഷ എഴുതുന്ന മക്കൾ, അതുപോലെ പുതിയൊരു ജോലിക്ക് പോകുന്നു, പുതിയൊരു കച്ചവടത്തിന് പോകുന്നു, ബിസിനസ് തുടങ്ങുന്നു, എന്ത് നല്ല കാര്യം തുടങ്ങുന്നതിന് മുമ്പും അതിലൊക്കെ ഒരു വലിയ ബറക്കത്തും റാഹത്തും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവാൻ ഈ ഒരു സൂറത്തുൽ ഹശ്ർ ഓതിയിട്ട് പോവുക. സൂറത്തുൽ ഹശ്ർ ഓതുക മാത്രമല്ല, ഓതുന്ന സമയത്ത് അവസാനത്തെ ആയത്തുകളുണ്ടല്ലോ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. ഈ ആയത്ത് നമ്മൾ 3 പ്രാവശ്യം എടുത്തെടുത്ത് ഓതണം. അത് വലിയ പ്രതിഫലമാണ്. അപ്പോൾ സൂറത്തുൽ ഹശ്ർ മൊത്തം ഒറ്റ പ്രാവശ്യം ഓതുക, എന്നിട്ട് 2 പ്രാവശ്യം, ഒന്ന് മൊത്തത്തിൽ ഓതുമ്പോൾ 1 പ്രാവശ്യമായി, പിന്നെ 2 പ്രാവശ്യം നമ്മൾ ഈ ലൗ അൻസൽന എന്ന് തുടങ്ങി അവസാനം വരെയുള്ള ആ ആയത്തുകൾ എടുത്ത് 2 പ്രാവശ്യം ഓതുക. എന്നാൽ തഖ്ലീലഹു കുല്ല ഹാജ, എല്ലാ ആവശ്യവും അള്ളാഹു നിറവേറ്റിത്തരും. രോഗങ്ങൾ മാറ്റിത്തരും, കടങ്ങൾ മാറ്റിത്തരും, വലിയ പ്രയാസങ്ങൾ മാറ്റിത്തരും, കുടുംബജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാകും, ബറക്കത്തുണ്ടാകും, മക്കൾ ഖൈറായി മാറും, മക്കളില്ലാത്തവരാണെങ്കിൽ ഖൈറായ മക്കളുണ്ടാകും, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാകുന്നില്ലേ, അതൊക്കെ ശരിയാകും. വലിയ ശ്രേഷ്ഠതയുള്ള സൂറത്താണ്. കാരണം തസ്ബീഹ് കൊണ്ട് തുടങ്ങുന്ന സൂറത്താണ് ഈ സൂറത്ത്. വിശുദ്ധമായ ഖുർആനിൽ 7 സൂറത്തുകൾ അതിന് പറയുന്നത് അൽ മുസബ്ബിഹാത്ത് എന്നാണ്. മുസബ്ബിഹാത്ത് എന്നറിയപ്പെടുന്ന 7 സൂറത്തുണ്ട്. അതായത് തസ്ബീഹ് പറഞ്ഞിട്ട് തുടങ്ങുന്ന സൂറത്ത്. ഒന്നാമത്തേത് സൂറത്തുൽ ഇസ്റാ ആണ്, അത് തുടങ്ങുന്നത് സുബ്ഹാനല്ലദി എന്നിട്ടാണ്. രണ്ടാമത്തേത് സൂറത്തുൽ ഹദീദാണ്, അത് തുടങ്ങുന്നത് സബ്ബഹ ലില്ലാഹി എന്നതാണ്. മൂന്നാമത്തേത് സൂറത്തു സൊഫ്, അത് തുടങ്ങുന്നത് സബ്ബഹ ലില്ലാഹി എന്നുകൊണ്ടാണ്. പിന്നെയോ സൂറത്തുൽ ജുമുഅ, അത് തുടങ്ങുന്നത് യുസബ്ബിഹു ലില്ലാഹി എന്നതാണ്. പിന്നെയോ സൂറത്തു തഗാബുൻ, അത് തുടങ്ങുന്നത് യുസബ്ബിഹു ലില്ലാഹി എന്നതാണ്. മറ്റൊരു സൂറത്തുൽ അഅല, അത് തുടങ്ങുന്നത് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്നാണ്. ഏറ്റവും അവസാനമായി 7ാമതായി സൂറത്തുൽ ഹശ്ർ, നമ്മളിപ്പോൾ പറഞ്ഞ സൂറത്ത് തുടങ്ങുന്നത് സബ്ബഹ ലില്ലാഹി എന്ന്. അപ്പോൾ തസ്ബീഹ് കൊണ്ട് തുടങ്ങുന്ന സൂറത്താണ് ഈ സൂറത്തുൽ ഹശ്ർ. വലിയ ശ്രേഷ്ഠതയാണ്. ഹജ്ജിന് പോവാൻ, ഉംറക്ക് പോവാൻ, മറ്റാവശ്യങ്ങൾ നിറവേറാൻ എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അത് മനസ്സിൽ കരുതി ഈ സൂറത്ത് ഓതണേ. അല്ലാഹു തആല അടുത്ത വർഷം ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് തരും.
ചില ആളുകൾ ചോദിക്കും, ഉസ്താദേ സൂറത്തുൽ ഹജ്ജ് ഓതിയ ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? സൂറത്തുൽ ഹജ്ജ് ഓതൽ വളരെ ശ്രേഷ്ഠതയാണ്. സൂറത്തുൽ ഹജ്ജ് അല്ലെ, ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സൂറത്ത് ഓതിയാലും വളരെ പുണ്യങ്ങൾ ഒരുപാട് നമുക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും താമസിയാതെ ഹജ്ജും ഉംറയും സിയാറത്തും പോയവർക്ക് ഇനിയും പോവാനും പോകാത്തവർക്ക് ഒരുപാട് വട്ടം പോവാനും അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. ഈ പറയപ്പെട്ട വീഡിയോ നിങ്ങൾ കാണുക, മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക. ഗൾഫിലുള്ള ആളുകൾ ഉണ്ടാകും, മറ്റ് സ്ഥലങ്ങളിലുള്ള മക്കളൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികൾ ഉണ്ടാകും. നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോകളുടെ ലിങ്കുകൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു തആല ഇത് പറയുന്ന എനിക്കും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും കേൾക്കുന്ന നിങ്ങൾക്കും അത് നിങ്ങൾ ആർക്കൊക്കെ എത്തിച്ചു കൊടുക്കുന്നു അവർക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഈ ഒരു ഇൽമിൻ്റെ പ്രതിഫലം, ഈ പറഞ്ഞതിൻ്റെ ഈ കേൾക്കുന്നതിൻ്റെ പ്രതിഫലം കിട്ടണം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു സ്വർഗ്ഗത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു സഫലീകരിച്ച് തരുമാറാവട്ടെ. എല്ലാ പ്രയാസ പ്രശ്നങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. മരണപ്പെട്ടുപോയവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ഈ വർഷം ഹജ്ജ് ചെയ്യുന്ന മുഴുവൻ ഹാജിമാരുടെ ഹജ്ജുമ്മമാരുടെ ഹജ്ജും ഉംറയും സിയാറത്തും അല്ലാഹു മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കട്ടെ. നമുക്കുമൊക്കെ ആ വലിയ ഭാഗ്യം അല്ലാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.